പേജ് നമ്പർ 67, പാഠം 7. ഞണ്ട്. ഞണ്ട് ഞണ്ട് നമ്മളെ അക്ഷരം ഈ ഞാ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഞാ എന്ന അക്ഷരത്തിന്റെ കൂട്ടക്ഷരവും നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാ ഇതിന്റെ കൂടെ ഒരു തായും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഞായായി. അപ്പൊ സാധാരണ ഞാൻ ഇത് കൂട്ടക്ഷരം ഞാ കേട്ടോ, അത് മറക്കരുത്. നമ്മൾ പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും കൂട്ടക്ഷരം ഒരു പദത്തിന്റെ ആദ്യം വരില്ല. സാധാരണ അക്ഷരമാണ് ആദ്യം. ഒരു പദത്തിനും കൂട്ടക്ഷരത്തിൽ നിന്ന് ആ പദം തുടങ്ങില്ല. ആദ്യത്തെ അക്ഷരം ഒരിക്കലും കൂട്ടക്ഷരം വരില്ല കേട്ടോ. ഓക്കെ, ഇത് എന്തിന്റെ ചിത്രമാണ്? ഞണ്ട്. അപ്പൊ ഏത് ഞായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സാധാരണ ഞാണ്ട്. ഈ ഞാ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞണ്ട്, ഞാവൽ, ഞായർ. ഞണ്ട്, ഞാവൽ, ഞായർ കേട്ടോ. ഞണ്ട് ഞണ്ട്. നമുക്ക് ഈ പാറ്റേൺ റൈറ്റിംഗ് ഒന്ന് എഴുതാം. ഞണ്ട് ഞണ്ട്. ഞാവൽ നൽകുന്ന പഴം. ഞാവൽ എന്നാൽ ഒരു വൃക്ഷത്തിന്റെ പേരാണ്. ഞാവൽ ഒരു പർപ്പിൾ നിറത്തിലുള്ള ഒരു വളരെ രുചികരമായിട്ടുള്ള ഒരു പഴമാണ് ഞാവൽ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാവൽ നൽകുന്ന പഴത്തിന്റെ പേരെന്താണ്? ഞാവൽ പഴം. ഞാവൽ നൽകുന്ന പഴത്തിന്റെ പേര് ഞാവൽ പഴം. ഒരു അമ്മയുടെയും മകളുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു പാട്ടും തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. പാട്ടിന്റെ പേര് അമ്മ. ഓടിയെത്തും നേരമെന്ന ഓമനിക്കും അമ്മ, പാല് തരും പീപ്പി തരും പാവ തരും അമ്മ, ഉമ്മ വയ്ക്കും പാട്ടുപാടും എന്നും എൻ്റെ അമ്മ, പട്ടുടുപ്പു തുന്നി തരും പൊട്ടു തൊടുവിക്കും, അച്ഛൻ എന്ന തല്ലിടുമ്പോൾ വന്നെടുക്കും അമ്മ, കൊച്ചു കഥ ചൊല്ലിത്തരും നിത്യവും എന്നമ്മ, അമ്മയാണിപ്പാരിടത്തിൽ എന്നും എൻ്റെ ദൈവം, അമ്മയെ മറന്നിടാ ഞാൻ ജീവനുള്ള കാലം. ഇതാണ് വളരെ മനോഹരമായി അമ്മയെ വർണ്ണിക്കുന്ന ഒരു പദ്യഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങള്. കക്ക ഗംഗ നമ്മൾ ഇതിന് മുന്നായിട്ട് കണ്ടു. ഇനി അടുത്തത് ചച്ച ജഞ്ചഞ്ഞ. എന്താണ്? ച ഛ ജ ജ ഞ. നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ചായയും വെച്ച് നമ്മൾ പഠിച്ചിരുന്നു. രണ്ടക്ഷരങ്ങൾ തൊട്ട് മുൻപായി ഈ പാഠ്യഭാഗത്തിന്റെ തൊട്ട് മുൻപായിട്ട് പഠിച്ചിരുന്നു. നമ്മൾ സാധാരണ കുടിക്കുന്ന ചായ. ഈ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിബിംബം. ചായ നമ്മൾ പഠിച്ചിരുന്നു. ജ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു ജനൽ. നമ്മൾ പഠിച്ചിരുന്നു ചഷം മത്സ്യം അല്ലെ. ചഷം മത്സ്യത്തിന് എന്താണ് പറയുന്നത്? ചഷം. ഞാ വെച്ചിട്ട് തൊട്ട് മുൻപായി നമ്മൾ ഇതിന്റെ മുന്നിൽ കാണാം. എന്താണ്? ഞാവൽ എന്ന പഴം അല്ലെ, അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഞായർ. ഇതൊക്കെ ഞായർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ പേരാണ്. ഞായറാഴ്ച, ഞായർ. ഇതൊക്കെ എന്താണ്? ഞാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിന്റെ വാക്കുകൾ എഴുതിയെന്ന് മാത്രം. നമുക്ക് ഒന്നും കൂടി വായിക്കാം വ്യഞ്ജനാക്ഷരങ്ങള്. ചച്ച ജഞ്ചഞ്ഞ.